നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ദേശീയപാതയിലെ ഗർത്തം യാത്രക്കാർക്ക് ദുരിതമായി. ചൊവ്വാഴ്ച വൈകിട്ടാണ് അകലാട് ദേശീയപാത 66 ഒറ്റേനി മേൽപ്പാലത്തിന് താഴെ വലിയ ഗർത്തം രൂപപ്പെട്ടത്. ഭൂഗർഭ സംവിധാനം വഴി റോഡിനു കുറുകെയുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ശക്തമായി പുറത്തേക്ക് വന്നതാണ് ഇവിടെ കുഴി രൂപപ്പെടാനുണ്ടായ കാരണം. 4 അടിയോളം താഴ്ചയിലാണ് കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. റോഡ് നിർമ്മാണം നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പുതിയതും നിലവാരമുള്ളതും സ്ഥാപിക്കാൻ തയ്യാറാവാത്തതാണ് അപകടകരമായ അവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. ഗർത്തം രൂപപ്പെട്ടതു മുതൽ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ദേശീയപാത അധികൃതരോടും വാട്ടർ അതോറിറ്റിയോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുന്നയൂർകുളം സർവീസ് സഹകരണ ബാങ്കിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കണമെന്ന ഹൈക്കോടതി വിധി പിൻവലിച്ചു. ബാങ്കിന്റെ കെട്ടിടത്തിന് മുകളിൽ നിർമ്മിച്ച KG കരുണാകര മേനോൻ സ്മാരക ഓഡിറ്റോറിയമാണ് അനധികൃതമെന്ന് പറഞ്ഞ് 8 ആഴ്ചയ്ക്കകം പൊളിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത്. പുന്നയൂർകുളം സർവീസ് സഹകരണ ബാങ്ക് നൽകിയ പുനഃപരിശോധനാ ഹർജിയെ തുടർന്നാണ് വിധി റദ്ദാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് ബാങ്കിന് നോട്ടീസ് ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബാങ്ക് പുനഃപരിശോധനാ ഹർജി നൽകുകയായിരുന്നു. ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ അധ്യക്ഷനായ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജി അനുവദിച്ചത്. എരുമപ്പെട്ടി നെല്ലുവായി പമ്പിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരനുൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. മങ്ങാട് സ്വദേശി സുബ്രഹ്മണ്യൻ, ബൈക്ക് യാത്രക്കാരനും പാഴിയോട്ടുമുറി സ്വദേശിയുമായ അബ്ദുസലാം എന്നിവർക്കാണ് പരിക്കേറ്റത്. 2 പേരെയും എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെളിയങ്കോട് സൗത്ത് GMUP സ്കൂളിൽ ഭിന്നശേഷി സൗഹൃദ ക്ലാസ് മുറിയും സ്കൂൾ ബസും ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി MLA KP നൌഷാദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ അധ്യക്ഷത വഹിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീന ഇസ്മായിൽ മുഖ്യാതിഥിയായിരുന്നു. പരപ്പനങ്ങാടി പൊതുമരാമത്ത് കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഗോപൻ മുക്കുറ്റത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പറും PTA പ്രസിഡന്റുമായ സലാം പുത്തൻവീട്ടിൽ, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസി നെല്ലിക്കൽ, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TM സിദ്ദീഖ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ലക്ഷ്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് സ്കൂള് കൂടി നേരിടുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ഈ വേദിയിൽ ആ വിഷയം പറയുന്നത്. അതൊരു ചെറിയ പദ്ധതി കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. ഈ 3 പഞ്ചായത്തും 25-80 കോടി രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണ്ടി വരും. എന്നാലേ അത് സമ്പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് നമുക്ക് ആലോചിക്കണം. അത് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ വകയിരുത്തിയിട്ട് അത് നടക്കുകയില്ല. അപ്പോൾ അല്ലാത്ത മാർഗങ്ങളൊക്കെ. നീറ്റ് പരീക്ഷയുടെ ക്രമവിരുദ്ധമായ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. നീതിയാണ് വേണ്ടത്, ലാത്തിയും ഗ്രനേഡുമല്ല എന്ന മുദ്രാവാക്യമുയർത്തി DYFI ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി. ഉടൻ തന്നെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കിയതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം SFI ജില്ലാ സെക്രട്ടറി T അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ മുബാറക് അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി, ജില്ലാ കമ്മിറ്റി അംഗം KS അനൂപ്, AU ജാബിർ, KS വിഷ്ണു, അമീറ സജീർ, K പ്രതീഷ് എന്നിവർ സംസാരിച്ചു. പ്രാദേശിക സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ വാർത്തകൾ കൃത്യതയോടെയും അതിവേഗത്തോടെയും ജനങ്ങളിലെത്തിച്ച കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും വെൽ ന്യൂസ് റിപ്പോർട്ടറുമായ AC ഗീവർ ചാലിശ്ശേരിയെ കൊച്ചിയിൽ ആദരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള
എറണാകുളം ചാലിശ്ശേരി കുടുംബ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാന്ത്വന സ്പർശം 2026 സിൽവർ ജൂബിലി ആഘോഷവേദിയിലാണ് ആദരം നൽകിയത്. MLA TJ വിനോദ് പൊന്നാട അണിയിച്ച് ഉപഹാരം സമ്മാനിച്ചു. തൃശൂർ ഭദ്രാസനാധിപൻ മോർ ക്ലിമീസ് കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത ആശംസകൾ നേർന്നു. സഭയ്ക്കും സമൂഹത്തിനും നൽകിയ മികച്ച സേവനങ്ങളെ പരിഗണിച്ച് 2009 മെറിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച അദ്ദേഹം 2024 ഇടവക ദിനത്തിൽ പ്രത്യേക ആദരവും കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രാപ്പൊലീത്തയിൽ നിന്ന് ഏറ്റുവാങ്ങിയിരുന്നു. 2020 കോവിഡ് കാലത്തെ സാമൂഹ്യ പ്രവർത്തനത്തിന് ചാലിശ്ശേരി ജനമൈത്രി പോലീസ്, ചങ്ങരംകുളം CNTV, 2024 KMPU സംസ്ഥാന സമിതി, ഇക്കഴിഞ്ഞ ജൂലൈ 11 കടവല്ലൂർ KCCF സംഘടനയും ഗീവറിനെ ആദരിച്ചിരുന്നു. 2002 ഡിസംബർ 21 യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയ്ക്ക് ചാലിശ്ശേരി ഇടവക നൽകിയ രാജകീയ സ്വീകരണം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മാധ്യമരംഗത്തേക്ക് പ്രവേശിച്ചത്. തുടർന്ന് സഭയുടെയും സമൂഹത്തിന്റെയും നിരവധി ചരിത്ര മുഹൂർത്തങ്ങളും വേറിട്ട കാഴ്ചകളും ജനങ്ങളിലെത്തിച്ച മാധ്യമപ്രവർത്തകനായി ശ്രദ്ധേയനായി. വെൽന്യൂസ് റിപ്പോർട്ടർ, കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമിതി അംഗം, കൂറ്റനാട് എടപ്പാൾ പ്രസ് ക്ലബ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചുവരുന്നു. ചടങ്ങിൽ കൊച്ചി മുൻ DCP ഷാജു K. വർഗീസ്, വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണൂൽ, ഫാദർ ഡിൽജോ എലിയാസ്, കുടുംബ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PK ജിജു, സെക്രട്ടറി PK ശാമു, ട്രഷറർ AI ഡേവിഡ്, യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജീസ് ജോസ് എന്നിവർ സംസാരിച്ചു. പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് ജനാധിപത്യത്തിന്റെ ബാലപാഠമായി. പൊതുതിരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പിൽ 95% പോളിംഗ് രേഖപ്പെടുത്തി. ജനാധിപത്യ മൂല്യങ്ങൾ ബാല്യത്തിൽ തന്നെ കുട്ടികളിലേക്ക് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത്. CRPF ഭടന്മാരുടെ മാതൃകയിൽ തോക്കേന്തി കുട്ടിപ്പട്ടാളം വൻ സുരക്ഷയൊരുക്കിയതും വേറിട്ട കാഴ്ചയായി. പ്രധാനാധ്യാപികയുടെ ചാർജ് വഹിക്കുന്ന SK പ്രിയ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. മത്സരിച്ച RT മുഹമ്മദ് ഷയാൻ സ്കൂൾ ഹെഡ് ബോയ്, KS അൽഹന ഹെഡ് ഗേൾ, ഫൈഹ ഫാത്തിമ ഹെൽത്ത് ലീഡർ, ഫസ തസ്നീം ഫൈൻ ആർട്സ് ലീഡർ, ആദിദേവ് സ്പോർട്സ് ലീഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു. അധ്യാപകരായ KM മഞ്ജു, AS സന്ധ്യ, MR ഐശ്വര്യ, MK സലീം എന്നിവർ നേതൃത്വം നൽകി. ആളൂരിൽ ഖുർആൻ വാരത്തിന് സമാപനമായി. ലോകത്തെ 200-ലധികം രാജ്യങ്ങളിലായി അഹ്മദിയ മുസ്ലിം ജമാഅത്ത് അഹ്മദിയ ഖലീഫയുടെ ആഹ്വാനപ്രകാരം ആചരിച്ചു വരുന്ന ഖുർആൻ വാരത്തിന്റെ ഭാഗമായി ആളൂർ അഹ്മദിയ മുസ്ലിം മിഷൻ ഹൗസിൽ സംഘടിപ്പിച്ച പരിപാടികൾക്ക് സമാപനമായി. സമാപന സമ്മേളനത്തിൽ മൗലവി ഗുലാം അഹമ്മദ് അധ്യക്ഷനായി. അദ്ഹർ അഹമ്മദ് വിശുദ്ധ ഖുർആൻ പാരായണം നടത്തി. തൃശൂർ പാലക്കാട് ജില്ലാ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് അഷ്റഫ് ചാവക്കാട് ഖുർആന്റെ അറിവുകൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. യുവ പ്രഭാഷകനായ അർഫാൻ ആളൂർ വിശുദ്ധ ഖുർആനും ശാസ്ത്രവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ഖുർആൻ വാരത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ ഖുർആൻ പഠന ക്ലാസുകൾ, പ്രഭാഷണങ്ങൾ, സംശയ നിവാരണ സെഷനുകൾ, ആത്മീയ ബോധവൽക്കരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിരുന്നു. ഖുർആൻ വാരത്തിലെ വിവിധ ദിനങ്ങളിൽ ആളൂർ തഅലിമൂൻ ഖുർആൻ സെക്രട്ടറി താഹിർ അഹമ്മദ്, അബ്ദുൾ ഖാദർ, അബ്ബാസ് ആളൂർ, അമൻ മഹ്മൂദ്, താഹിർ അഹമ്മദ്, അദ്ഹർ അഹമ്മദ്, തൻവീർ അഹമ്മദ്, മൗലവി ഗുലാം അഹമ്മദ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ വിദ്യാർത്ഥികൾക്കൊപ്പം പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് മർദ്ദിച്ച് അറസ്റ്റ് ചെയ്തതിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കൂനമുച്ചി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സെന്റർ ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ 10 വർഷ കാലയളവിൽ വിവിധ പരീക്ഷകളിലായി 89 ചോദ്യപേപ്പറുകൾ ചോർന്നതായും അതിൽ 4 തവണ നീറ്റ് പരീക്ഷയുടെ പേപ്പറുകൾ തന്നെ ചോർന്നതായും CJ സ്റ്റാൻലി ആരോപിച്ചു. കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ റൂബി ഫ്രാൻസിസ്, ജെയ്സൺ ചാക്കോ, അഡ്വക്കേറ്റ് PV നിവാസ്, AM മൊയ്തീൻ, ജസ്റ്റിൻ കൂനമൂച്ചി, NM നജീർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് പഞ്ചായത്ത് അംഗങ്ങളായ ജോൺ കാക്കശ്ശേരി, ആൻലി ജിബിൻ, ലിയ ജോജോ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെബീന റിറ്റോ എന്നിവർ നേതൃത്വം നൽകി. കേരള എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ, കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട്, ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതി വേലൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി വനിതകൾക്കും കുട്ടികൾക്കും വേണ്ടി ലോകകപ്പ് ഫുട്ബോൾ പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. 4 വ്യത്യസ്ത രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ടീമുകളായി 4 ആഴ്ചകളിലായി തലക്കോട്ടുകര ടർഫിലാണ് മത്സരം സംഘടിപ്പിച്ചത്.
ലഹരിവിരുദ്ധ പ്രദർശന മത്സരങ്ങൾ തൃശൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AP പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഗ്രാസ്വേ ഫുട്ബോൾ ലീഗിന്റെ സമാപന ചടങ്ങ് എരുമപ്പെട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ആൻഡോ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ പ്രവർത്തനത്തിൽ കായികരംഗത്തിന്റെ സാധ്യതയെപ്പറ്റിയും യുവാക്കളുടെ ഇടപെടലിന്റെ ആവശ്യകതയെപ്പറ്റിയും ഇരുവരും സംസാരിച്ചു. പ്രദർശന മത്സരത്തിൽ പങ്കെടുത്ത വനിതകൾക്കും കുട്ടികൾക്കും കേരള എക്സൈസ് വകുപ്പിന്റെ സർട്ടിഫിക്കറ്റും ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ആലേഖനം ചെയ്ത കീചെയിനും വിതരണം ചെയ്തു. പോലീസ് സബ് ഇൻസ്പെക്ടർ ആൻഡോ ഫ്രാൻസിസ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AP പ്രവീൺ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗ്രാസ്വേ ഭാരവാഹികളായ TB സുരേഷ്, ഷീർഷേന്ദുലാൽ, ഗ്രീഷ്മ N, KR ദിവ്യ, അമിത സുഭാഷ്, ശിവൻ വെങ്കിടങ്ങ് എന്നിവർ നേതൃത്വം നൽകി. കർഷകരെ തകർക്കുന്ന ഇന്തോ അമേരിക്ക കരാറിനെതിരെ കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പൊതുയോഗവും നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം K കൊച്ചനിയൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് T മുകുന്ദൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി KB ജയൻ, AV വല്ലഭൻ, M പീതാംബരൻ, പത്മം വേണുഗോപാൽ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഹമീദ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറിയും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സഗുണൻ, സുഗുണൻ, TM വിജയൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ KP ഷാജി, CK ഷാജി, മണ്ഡലം ബൂത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള അക്രമത്തിൽ പ്രതിഷേധിച്ച് കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം ചിറക്കൽ സെന്ററിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, NM റഫീഖ്, NK അബ്ദുൾ മജീദ്, ബിജു സി ജോബ്, ശശിധരൻ കണ്ടമ്പള്ളി, സോണി സക്കറിയ, മിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. KSRTEA ഗുരുവായൂർ യൂണിറ്റ് കൺവെൻഷൻ ഗുരുവായൂർ CPM ഓഫീസിൽ നടന്നു. CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ഷിജു അധ്യക്ഷനായി. ദിലീപ് കുമാർ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. PG ലക്ഷ്മണൻ അനുശോചന പ്രമേയവും സംസ്ഥാന സെക്രട്ടറി PS മഹേഷ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി AG സിന്ധു യൂണിറ്റ് കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ MC സുനിൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM വിനുമോൻ, ജില്ലാ സെക്രട്ടറി പ്രബിൻ പ്രഭാകരൻ, ജില്ലാ പ്രസിഡന്റ് TS മഞ്ജുഷ് തുടങ്ങിയവർ സംസാരിച്ചു. NR ഷൈജു സ്വാഗതവും MR ഷാജി നന്ദിയും പറഞ്ഞു. കൺവെൻഷനിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പെരുമ്പിലാവ് അക്കിക്കാവ് ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കാനും ദിശാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന് കോൺഗ്രസ് പരാതി നൽകി. പ്രദേശവാസികളിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തിയാണ് പരാതി നൽകിയത്. നിരവധി സ്കൂളുകളും ആശുപത്രിയും അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ജംഗ്ഷനിൽ അപകടങ്ങൾ സ്ഥിരമായിട്ടും സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കടവല്ലൂർ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തിയത്. ഒപ്പുശേഖരണം കോൺഗ്രസ് സീനിയർ നേതാവ് NK അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബൂ പുത്തൻകുളം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ K വിശ്വംഭരൻ, KA ശിവരാമൻ, സ്മിത മുരളി, ബ്ലോക്ക് സെക്രട്ടറിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. വിശേഷാൽ പൂജകൾക്കു ശേഷം ക്ഷേത്രം നടപ്പുരയിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജപൂജയും നടന്നു. തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ചോറുരുളയും അപ്പം, അട, ശർക്കര, വിവിധതരം പഴങ്ങൾ എന്നിവ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊമ്പന്മാരായ അമ്പാടി മഹാദേവനും മാധവൻകുട്ടിക്കും നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. നിരവധി ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. തന്ത്രി കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി എറിയാട് വാസുദേവൻ നമ്പൂതിരി, പ്രദീപ് നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കർക്കടകം 1 മുതൽ 31 വരെ നന്ദിനി ടീച്ചറുടെ രാമായണ പാരായണവും കർക്കടകം 7 വരെ ഔഷധക്കഞ്ഞി വിതരണവും ക്ഷേത്രത്തിൽ നടന്നുവരുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും ജൂലൈ 30-നുള്ള നാലമ്പല തീർത്ഥയാത്രയിൽ പോകാൻ താൽപ്പര്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് രാജൻ നമ്പീശൻ
സെക്രട്ടറി രാജേഷ് പുതുമന, ട്രഷറർ അനിൽ നമ്പീശൻ എന്നിവർ അറിയിച്ചു. ചരമം. കടവല്ലൂർ വടക്കുമുറി താണ്ടവളപ്പിൽ രവീന്ദ്രൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. ലീല ഭാര്യയും പരേതനായ അഭിലാഷ്, സുഭാഷ്, നിതീഷ്, സുരേഖ എന്നിവർ മക്കളുമാണ്. വേലൂർ കുന്നത്ത് വേലു എഴുത്തച്ഛന്റെ മകൻ മണി എന്ന ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. വൃന്ദജ്യോതി ഭാര്യയും അരുൺ, അഞ്ജന എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.